ഈ ആഴ്ച മലയാളത്തിൽ ഇറങ്ങിയത് 3 പടങ്ങളാണ്. ഒന്ന് ടർബോ, രണ്ടാമത്തേത് മന്ദാകിനി, മൂന്നാമത്തേത് തലവൻ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സിനിമ കാണാനുള്ള കാശേ ഉള്ളൂ, ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് ഈ ആഴ്ച ചിലവാക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോ തലവന്. കാരണം 3 സിനിമ ഞാൻ കണ്ടു, ടർബോയും കണ്ടു, മന്ദാകിനിയും കണ്ടു, തലവനും കണ്ടു. ബട്ട് ഈ 3 കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും ടോപ്പ് നിൽക്കുന്നത് തലവനാണ്. കാരണം ഇത് അധികം ഹൈപ്പോടെ വന്ന പടമല്ല, അത്രപ്പെടുത്ത് മാർക്കറ്റിംഗ് ഈ പടത്തിന് ലഭിച്ചിട്ടില്ല. ബട്ട് മൗത്ത് പബ്ലിസിറ്റിയോട് ജയിക്കേണ്ട ഒരു പടം തലവൻ എന്നുള്ളത്. ഈ നമ്മ ഈ സിനിമ തുടങ്ങുമ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈഗോ ക്ലാഷ് ആണെന്നേ തോന്നുള്ളൂ. ബട്ട് ആ കഥ അങ്ങ് കയറി കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഈ കഥക്ക് ഉണ്ടാവുകയാണ്. ഈ പല സമയത്ത് പല സീൻസൊക്കെ ഈ സിനിമ കാണിക്കും. എല്ലാം ഒന്ന് കണക്റ്റായി വന്ന കുറേ സീൻസ് ഉണ്ട്. നമ്മ സിനിമ കാണുമ്പോൾ വിചാരിക്കും ഇവനാണോ ആ വില്ലൻ, ഇവനാണോ വില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ബട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ കഥ എടുത്തു വെച്ചേക്കുന്നത്. നല്ല അടിപൊളി സ്റ്റോറിയാണ്. ജസ്റ്റ് നല്ല ഗംഭീരമായിട്ട് ഡയറക്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ഫീൽ ഗുഡ് അല്ലാണ്ട് ത്രില്ലർ എടുക്കാൻ പറ്റുമെന്ന് ഇതുകൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം. കാരണം ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. നല്ല അടിപൊളി കിടു സിനിമയാണ്. നിങ്ങൾ കാണാത്തവർ പോയി കാണാം. എനിക്കിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട്. ബട്ട് ഇത് ത്രില്ലർ ആയതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞ് നിങ്ങൾക്ക് കാണുമ്പോൾ ഉള്ളൊരു എഫക്റ്റ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ത്രില്ലർ ഇഷ്ടമാണെങ്കിൽ ട്രെയിലർ പോലും കാണാൻ നിൽക്കണ്ട. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ സിനിമയിലും കേട്ട് പയ്യ ക്ലീശേ BGM ഒന്നുമല്ല, നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്. ഞാനിപ്പോൾ കഥയെക്കുറിച്ചൊന്നും പറയാനുള്ള, നിങ്ങൾ ട്രെയിലറും കാണണ്ട, പോയി സിനിമ കണ്ടോ. ത്രില്ലർ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.